Hi all, welcome to Wings to Win Education. ഫസ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? ഇൻപുട്സിൻ്റെയും ഔട്ട്പുട്ട്സിൻ്റെയും, ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റീസും ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ്, ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ ആൻഡ് to what extent output changes with variation in inputs during a specified period of time. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഇൻപുട്ടിൽ വരുത്തുന്ന വേരിയേഷൻസ് എന്തെല്ലാം ചേഞ്ചസ് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു സമയത്ത് നമ്മൾ വരുത്തുന്ന ഇൻപുട്ടിൽ എത്രത്തോളം ചേഞ്ച് വരുത്തുന്നുണ്ടോ, ഇൻപുട്സിലെ വേരിയേഷൻസിനനുസരിച്ച്, ഇൻപുട്ടിൽ നമ്മൾ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എത്രത്തോളം മാറ്റം വരുന്നു, ഔട്ട്പുട്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. Algebraically, it may be expressed in the form of an equation as y is equal to function of labor, capital, rent and s. അതായത് നമ്മൾ അൽജിബ്രൈക്കലി എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്? y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എൽ കെ ആർ എസ്. y എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്, എൽ എന്ന് പറയുന്നത് ലേബർ ആണ്, കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, ആർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്, എസ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്. ഇങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫംഗ്ഷൻ നമ്മളിവിടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്, എൽ കെ ആർ ആൻഡ് എസ്. ഇതിൻ്റെ ഒരു ഫങ്ഷണൽ റിലേഷൻ ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, വൈയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലിൽ എന്ത് മാറ്റം വരുത്തിയാൽ വൈയിൽ എന്ത് മാറ്റം ഉണ്ടാവും, കെയിൽ എന്ത് മാറ്റം വരുത്തിയാൽ വൈയിൽ എന്ത് മാറ്റം ഉണ്ടാവും, ആറിൽ മാറ്റം വരുത്തിയാൽ വൈയിൽ എന്ത് മാറ്റം ഉണ്ടാവും, എസിൽ മാറ്റം വരുത്തിയാൽ വൈയിൽ എന്ത് മാറ്റം ഉണ്ടാവും. ഇനി എല്ലാതും ഒരുമിച്ച് മാറ്റിയാൽ വൈയിൽ എന്ത് മാറ്റം ഉണ്ടാവും. അങ്ങനെ ഈ ഇൻപുട്ടിലെ ചേഞ്ചസ് ഔട്ട്പുട്ടിൽ എങ്ങനെ മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇൻപുട്ടിലുള്ള ചേഞ്ചസിനനുസരിച്ച് ഔട്ട്പുട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്, ഔട്ട്പുട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇനി ഷോർട്ട് റൺ വേഴ്സസ് ലോങ് റൺ. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയാലും പ്രൊഡക്ഷൻ പഠിക്കുമ്പോഴും ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്ന് പറയുന്ന ഈ ഒരു ടൈം പീരീഡിനെ നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ നമുക്ക് പ്രൊഡക്ഷൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം ഫോർ എ ഫേം ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ഇൻപുട്സ് ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് പ്രോഡക്റ്റ് വിത്ത് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് ഡിഫറിങ് അമൗണ്ട്സിൽ ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു പ്രൊഡക്ഷൻ ഫേമിൽ മാറ്റം വരുത്തുമ്പോൾ, ആൾട്ടർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഇൻപുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ടൈം എടുക്കും. അപ്പോൾ ലേബറും ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ഇൻപുട്സ് ഉണ്ട്. ഈ ഇൻപുട്സിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്സ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലും മാറ്റം വരും. അതുപോലെ തന്നെ ഈ ഇൻപുട്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും ടൈം എടുക്കും. അപ്പം ലേബറും ക്യാപിറ്റലും എല്ലാ സമയത്തും ഇങ്ങനെ ഡിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ആ ഫേമിന് ടൈം എടുക്കേണ്ടതായിട്ട് വരും. A new factory must be planned and built, and machinery and other capital equipment must be ordered and delivered. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആ ഫേമിന് അണ്ടർടേക്കൺ ചെയ്യേണ്ടതുണ്ട്. അതായത് ന്യൂ ഫാക്ടറി പ്ലാൻ ചെയ്തിട്ട് അതിനെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. മെഷീനറി ആണെങ്കിലും അതർ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതിനെയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ ഡെലിവറി നടക്കേണ്ട സമയം വരെ അത് കാത്തിരിക്കേണ്ടതുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ടൈം പീരീഡിലെ സംഭവിക്കുകയുള്ളൂ, എല്ലാതും പെട്ടെന്ന് ഹാപ്പൻ ചെയ്യുന്നതല്ല. Such activities can easily take a year or more to complete. അപ്പോൾ ചില ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, ഈസി ആയിട്ട് 1 ഇയർ കൊണ്ടോ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ടൈം പീരീഡിൽ
കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻഡ് ആൻഡ് ബിൽഡ് ഫാക്ടറി എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഫാക്ടറി പ്ലാൻ ചെയ്ത് ഒരു ഫാക്ടറിയൊക്കെ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. വളരെ പെട്ടെന്ന് അത് സാധ്യമാവില്ല. പക്ഷെ അതേസമയം നമുക്ക് മെഷീനറീസും അതുപോലെ തന്നെ ലേബേഴ്സിന്റെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. It is important to distinguish between the short run and long run when analyzing production. ഈ പ്രൊഡക്ഷനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് റൺ ലോങ് റൺ എന്ന് പറയുന്ന രണ്ട് ടൈം പീരീഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് റണ്ണിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, ലോങ് റണ്ണിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ഷന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ ലോങ് റണ്ണിനെയും ഷോർട്ട് റണ്ണിനെയും അറിയുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്ന് നോക്കാം. The short run refers to a period of time in which the quantities of one or more factors of production cannot be changed. അതായത് ഷോർട്ട് റൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു ഷോർട്ട് പീരീഡ് ആണ്. ഈ ടൈം പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റീസ് ഓഫ് വൺ ഓർ മോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ cannot be changed. ഒരു ഫാക്ടറിന്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് മാറ്റം വരുത്താൻ കഴിയണമെന്നില്ല, ചേഞ്ച് വരുത്താൻ കഴിയണമെന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാക്ടറി ബിൽഡ് ചെയ്യുന്ന കാര്യം, ഒരു ഫാക്ടറി മാറ്റിയിട്ട് പുതുതായിട്ടൊന്ന് പണിയണം എന്ന് വെക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ്, ചെറിയൊരു ടൈം പീരീഡിൽ, ഒരു വർഷം കൊണ്ടൊന്നും അത് സാധ്യമാവണമെന്നില്ല, അതിന് ടൈം എടുക്കും. അത്തരത്തിൽ എന്താണ്, ചില ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനാവില്ല, ഒരു ഷോർട്ട് പീരീഡിൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ചില ഫാക്ടേഴ്സിന്റെ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത പീരീഡിനെയാണ് ഷോർട്ട് റൺ പീരീഡ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ഷോർട്ട് റൺ ദർ ഈസ് അറ്റ് ലീസ്റ്റ് വൺ ഫാക്ടർ ദാറ്റ് കനോട്ട് ബി വാരിഡ്. ഒരു ഫാക്ടർ എങ്കിലും എന്ത് ചെയ്യും, വാരി ചെയ്യാതെ അവിടെ നിലനിൽക്കും, ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട്, അൺചേഞ്ച്ഡ് ആയിട്ട് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും അവിടെ നിലനിൽക്കും. സച്ച് എ ഫാക്ടർ ഈസ് കോൾഡ് ഫിക്സ്ഡ് ഇൻപുട്ട്. അത്തരത്തിലുള്ള ഇൻപുട്സിനെയാണ്, വാരി ചെയ്യാതെ കോൺസ്റ്റന്റ് ആയിട്ട്, അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കുന്ന ഇൻപുട്ടിനെയാണ് ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, വാരി ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഇൻപുട്സിനെയാണ് ഫിക്സ്ഡ് ഇൻപുട്സ് എന്ന് പറയുന്നത്. The long run is the amount of time needed to make all inputs variable. അപ്പോൾ ലോങ് റൺ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഇൻപുട്സും അവിടെ വേരിയബിൾ ആയിരിക്കും. ഒരു ലോങ് റൺ പീരീഡിൽ, ലോങ് റൺ എന്ന് പറയുമ്പോൾ വളരെ ദൈർഘ്യമേറിയ ഒരു പീരീഡാണ് ലോങ് റൺ എന്ന് പറയുന്നത്. ഈ പീരീഡിൽ എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ ഇൻപുട്സിനെയും നമുക്ക് വാരി ചെയ്യാൻ കഴിയും. In the short run, firms vary the intensity with which they utilize a given plant and machinery. In the long run, they vary the size of the plant. ലോങ് റണ്ണിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റിന്റെ സൈസ് തന്നെ മാറ്റുന്നുണ്ട്. പക്ഷെ ഷോർട്ട് റണ്ണിൽ ഫേംസ് എന്തേ ചെയ്യുന്നുള്ളൂ, അതിന്റെ ഇന്റൻസിറ്റിയിലെ മാറ്റം വരുത്തുന്നുള്ളൂ. അതിനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. All fixed inputs in the short run represents the outcomes of previous long run decisions based on the estimates of what a firm could profitably produce and sell. All fixed inputs in the short run. ഷോർട്ട് റണ്ണിലെ എല്ലാ ഫിക്സഡ് ഇൻപുട്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രീവിയസ് ലോങ് റൺ ഡിസിഷൻസിന്റെ ഒരു ഔട്ട്കം ആണ് എന്ത്, ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിലെ ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോങ് റണ്ണിന്റെ ഡിസിഷൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ ഔട്ട്കം ആയിട്ടാണ് എല്ലാ ഫിക്സഡ് ഇൻപുട്സും വരുന്നത്. There is no specific time period such as 1 year that separate the short run from the long run. അപ്പോൾ 1 year അങ്ങനെ ഒരു സെപ്പറേറ്റ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡ് ഒന്നും പറയാനാവില്ല. ഒരു സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ്, ഷോർട്ട് റൺ ഇത്രയാണ്, ലോങ് റൺ ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്രയും വരെ നിന്നാലേ ഷോർട്ട് റൺ ആവൂ, ഇത്രയും ആയാലേ ലോങ് റൺ ആവൂ എന്ന് ഭയങ്കര കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനാവില്ല. റാദർ വൺ മസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ദം ഓൺ എ കേസ് ബേസിസ്. എന്നാലും അതിനെന്താ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു കേസ് ബൈ കേസ് ബേസിസിൽ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഷോർട്ട് റണ്ണിനെയും ലോങ് റണ്ണിനെയും.
We assume that capital is the fixed input and labor is variable. നമ്മൾ എപ്പോഴും പ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഫിക്സ്ഡ് ഇൻപുട്ട്. ഫിക്സ്ഡ് ഇൻപുട്ട് എവിടെയാണ് സംഭവിക്കുന്നത്? ഷോർട്ട് റണ്ണിൽ മാത്രമേ ഫിക്സ്ഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം ഷോർട്ട് റൺ എന്ന് പറയുന്നത് ചില ഔട്ട്പുട്ട് ഒന്നോ അതിൽ കൂടുതലോ ഇൻപുട്സ് വാരി ചെയ്യാതെ നിലനിൽക്കല് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അത്തരം വാരി ചെയ്യാതെ നിലനിൽക്കുന്ന ഇൻപുട്സിനെയാണ് ഫിക്സ്ഡ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഈ ഫിക്സ്ഡ് ഇൻപുട്സ് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ലേബർ ഈസ് വാരിയബിൾ. ലേബറിനെയാണ് നമ്മൾ വാരിയബിൾ ഇൻപുട്ട് ആയിട്ട് കണക്കാക്കുന്നത്. ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും എന്താണ്? വേരിയബിൾ ആണ്. പക്ഷെ ഷോർട്ട് റണ്ണിൽ നമ്മൾ ക്യാപിറ്റലിനെ ഫിക്സ്ഡ് ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തുകയും ലേബറിനെയാണ് വാരിയബിൾ ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഇൻപുട്ട് ആയിട്ട് നമ്മൾ ലേബറിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്യാപിറ്റലിനെ ഫിക്സ്ഡ് ഇൻപുട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്ട്സ്. ഇനി നമ്മൾക്ക് എന്താണ് ആവറേജ് പ്രോഡക്ട്സ് എന്നും എന്താണ് മാർജിനൽ പ്രോഡക്ട്സ് എന്നും നോക്കാം. The contributions that labor makes to the production process can be described on both an average and marginal basis. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ലേബറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ലേബറിന്റെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് എന്തറിയണം? ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും അറിയണം. അതിന്റെ ബേസിസിലാണ് നമ്മൾ ലേബറിന്റെ കോൺട്രിബ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദി ഫോർത്ത് കോളം ഇൻ ദി ബിലോ ടേബിൾ ഷോസ് ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ വിച്ച് ഈസ് ദി ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ലേബർ ഇൻപുട്ട്. നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ ഒരു കോളം കാണിക്കും, ഒരു ടേബിൾ കാണിക്കും. അതിൽ നമ്മൾ APL അല്ലെ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദി ലേബർ എന്നുള്ളതും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി ലേബർ എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദി ആവറേജ് പ്രൊഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഔട്ട്പുട്ട് Q ബൈ ദി ടോട്ടൽ ഇൻപുട്ട് ഓഫ് ലേബർ L. അതായത് ആവറേജ് പ്രോഡക്റ്റ് AP എന്ന് പറയുന്ന ആവറേജ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ കാണുന്നത്? Q ബൈ L ആണ്. ടോട്ടൽ ഔട്ട്പുട്ട് ആണ് Q എന്ന് പറയുന്നത്. L എന്ന് പറയുന്നതോ ലേബറിന്റെ ക്വാണ്ടിറ്റിനെയാണ്, ലേബറിന്റെ യൂണിറ്റ് ആണ് L എന്ന് പറയുന്നത്. ഈ Qനെ L കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ AP അല്ലെങ്കിൽ ആവറേജ് പ്രോഡക്റ്റ് കാണുന്നത്. The average product of labor measures the productivity of firm's workforce in terms of how much output each worker produce on average. അപ്പം ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് ഫേംസ് വർക്ക് ഫോഴ്സ്. ഫേംസിന്റെ വർക്ക് ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ആണ് എന്ത് നമ്മൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്? ആവറേജ് പ്രൊഡക്റ്റിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഫേമിന്റെ പ്രൊഡക്ടിവിറ്റിയെയാണ്. ഹൗ മച്ച് ഔട്ട്പുട്ട് ഈച്ച് വർക്കർ പ്രൊഡ്യൂസ് ഓൺ ആവറേജ്. ഹൗ മച്ച് ഓരോ വർക്കറും എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്, ഓരോ വർക്കറുടെയും പ്രൊഡക്ടിവിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഈ ആവറേജ് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത്. In our example, the average product increases initially but falls when the labor input becomes greater than 4. അതായത് നമ്മളൊരു എക്സാമ്പിൾ കാണിക്കും. അവിടെ എന്താണ്? ആദ്യം ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. ആദ്യ സമയങ്ങളിൽ ആവറേജ് പ്രൊഡക്റ്റിന് എന്തുണ്ടാവും? ഇൻക്രീസിങ് സംഭവിക്കും. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഘട്ടത്തിൽ എത്തിയതിനു ശേഷം ഇവിടെ 4 എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ എത്തിയതിനു ശേഷം ആവറേജ് പ്രൊഡക്റ്റിന് ഫോള് സംഭവിക്കുന്നുണ്ട്. Then the fifth column of table shows the marginal product of labor. ഇപ്പോൾ ഫിഫ്ത്ത് കോളം ഇതിൽ കാണിക്കുന്നത് MPL അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ളതാണ്. This is the additional output produced as the labor input is increased by 1 unit. ഇപ്പം ഒരു യൂണിറ്റ് ലേബർ ഇൻക്രീസ് ചെയ്താൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡീഷണൽ ഔട്ട്പുട്ട്. അഡീഷണൽ ലേബറിന്, ഒരു യൂണിറ്റ് ലേബറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ, വർദ്ധിപ്പിച്ചാൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വിത്ത് ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിട്ട് 10 യൂണിറ്റ്സ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് റൺ ആണെങ്കിൽ ഫിക്സ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. അത് 10 യൂണിറ്റ്സ് ആയിട്ട് ഫിക്സ് ചെയ്തു. വെൻ ദി ലേബർ ഇൻപുട്ട് ഇൻക്രീസസ് ഫ്രം 2 to 3. 2 ലേബേഴ്സ് ഉള്ളത് 3 ലേബേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് ഫ്രം 40 to 69. ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? 40 നിന്നും 69 ആയിട്ട് കൂടി. അപ്പം ലേബറിന്റെ അളവ് 2 നിന്നും 3 ആയിട്ട് കൂടിയപ്പോൾ ഔട്ട്പുട്ടിന്റെ അളവ് 40 നിന്നും 69 ആയിട്ട് കൂടി. ക്രിയേറ്റിംഗ് ആൻ അഡീഷണൽ ഔട്ട്പുട്ട് ഓഫ് 29. ഇവിടെ എത്രയാണ്? ഒരു ലേബർ അഡീഷണൽ ആയിട്ട് എത്രയാണ്
ഈ ഔട്ട്പുട്ട് കൂട്ടിയത് 40 നിന്നും 69 കൂടി. അപ്പോൾ 69 മൈനസ് 40 എത്ര വന്നു? 29 അഡീഷണൽ ആയിട്ട് ആ ഒരു ലേബർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. ഇൻ അതർ വേർഡ്സ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ ക്യൂ റിസൾട്ടിംഗ് ഫ്രം എ 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ലേബർ ഇൻപുട്ട് ഡെൽറ്റ എൽ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലേബർ ഫോഴ്സ് എന്നുള്ളതാണ്. That the marginal product of labor depends on the amount of capital used. Amount of capital use എത്രയാണോ അതിനനുസരിച്ചായിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ളത്. If the capital input increased from 10 to 20, the marginal product of labor would increase. അപ്പം ക്യാപിറ്റൽ ഇൻപുട്ട് 10 നിന്നും 20 ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് അഡീഷണൽ വർക്കേഴ്സ് ആർ ലൈക്ലി ടു ബി മോർ പ്രൊഡക്റ്റീവ് ഇഫ് ദേ ഹാവ് മോർ ക്യാപിറ്റൽ ടു യൂസ്. കാരണം കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും അഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ലൈക്ക് ദ ആവറേജ് പ്രൊഡക്റ്റ്, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഫോൾസ് ഇൻ ദിസ് കേസ് ആഫ്റ്റർ ദ തേർഡ് യൂണിറ്റ് ഓഫ് ലേബർ. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് പറഞ്ഞതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും ആദ്യം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് ഫോൾ ചെയ്യും. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ആയാലും മാർജിനൽ പ്രൊഡക്റ്റ് ആയാലും ആദ്യം ഇൻക്രീസ് ചെയ്യുകയും പിന്നെ ഫോൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾ വൈസ് ഈ ഒരു ആവറേജ് പ്രൊഡക്റ്റിനെയും മാർജിനൽ പ്രൊഡക്റ്റിനെയും അനലൈസ് ചെയ്യാം. ദിസ് ഈസ് ദി അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആസ് ദ ലേബർ ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. ഇപ്പം ഒരു യൂണിറ്റ് ലേബർ ഇൻക്രീസ് ചെയ്താൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡീഷണൽ ഔട്ട്പുട്ട്. അഡീഷണൽ ലേബറിന്, ഒരു യൂണിറ്റ് ലേബറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ, വർദ്ധിപ്പിച്ചാൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വിത്ത് ക്യാപിറ്റൽ ഫിക്സ്ഡ് ആറ്റ് 10 യൂണിറ്റ്സ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് റൺ ആണെങ്കിൽ ഫിക്സ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, അത് 10 യൂണിറ്റ്സ് ആയിട്ട് ഫിക്സ് ചെയ്തു. വെൻ ദി ലേബർ ഇൻപുട്ട് ഇൻക്രീസസ് ഫ്രം 2 to 3, 2 ലേബേഴ്സ് ഉള്ളത് 3 ലേബേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് ഫ്രം 40 to 69. ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? 40 നിന്നും 69 ആയിട്ട് കൂടി. അപ്പം ലേബറിന്റെ അളവ് 2 നിന്നും 3 ആയിട്ട് കൂടിയപ്പോൾ ഔട്ട്പുട്ടിന്റെ അളവ് 40 നിന്നും 69 ആയിട്ട് കൂടി. ക്രിയേറ്റിംഗ് ആൻ അഡീഷണൽ ഔട്ട്പുട്ട് ഓഫ് 29. ഇവിടെ എത്രയാണ്? ഒരു ലേബർ അഡീഷണൽ ആയിട്ട് എത്രയാണ് ഈ ഔട്ട്പുട്ട് കൂട്ടിയത്? 40 നിന്നും 69 ആയിട്ട് കൂടി. അപ്പോൾ 69 മൈനസ് 40 എത്ര വന്നു? 29 അഡീഷണൽ ആയിട്ട് ആ ഒരു ലേബർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. ഇൻ അതർ വേർഡ്സ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ ക്യൂ റിസൾട്ടിംഗ് ഫ്രം എ 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ലേബർ ഇൻപുട്ട് ഡെൽറ്റ എൽ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലേബർ ഫോഴ്സ് എന്നുള്ളതാണ്. That the marginal product of labor depends on the amount of capital used. Amount of capital use എത്രയാണോ അതിനനുസരിച്ചായിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ളത്. If the capital input increased from 10 to 20, the marginal product of labor would increase. അപ്പം ക്യാപിറ്റൽ ഇൻപുട്ട് 10 നിന്നും 20 ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് അഡീഷണൽ വർക്കേഴ്സ് ആർ ലൈക്ലി ടു ബി മോർ പ്രൊഡക്റ്റീവ് ഇഫ് ദേ ഹാവ് മോർ ക്യാപിറ്റൽ ടു യൂസ്. കാരണം കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും അഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ലൈക്ക് ദ ആവറേജ് പ്രൊഡക്റ്റ്, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഫോൾസ് ഇൻ ദിസ് കേസ് ആഫ്റ്റർ ദ തേർഡ് യൂണിറ്റ് ഓഫ് ലേബർ. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് പറഞ്ഞതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും ആദ്യം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് ഫോൾ ചെയ്യും. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ആയാലും മാർജിനൽ പ്രൊഡക്റ്റ് ആയാലും ആദ്യം ഇൻക്രീസ് ചെയ്യുകയും പിന്നെ ഫോൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾ വൈസ് ഈ ഒരു ആവറേജ് പ്രൊഡക്റ്റിനെയും മാർജിനൽ പ്രൊഡക്റ്റിനെയും അനലൈസ് ചെയ്യാം. ടു സമ്മറൈസ്, ഇതിൽ നിന്നും സമ്മറൈസ് ചെയ്തിട്ട് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ലേബർ ഇൻപുട്ട് ആണ്, ദാറ്റ് ഈസ് ക്യൂ ബൈ എൽ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ്. ഇതാണ്
ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും കാണുന്നതിനുള്ള ഇക്വേഷൻ. ഇതാണ് ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ടോട്ടൽ പ്രൊഡക്റ്റിന്റെ കർവ്. ഈ കർവ് ഗ്രാഫിക്കലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് TP കർവ്, ഇത് MP, ഇത് AP. ഈ TP കർവ് എന്ത് ചെയ്യുന്നു? ഒരു ഇൻവേഴ്സ് എസ് ഷേപ്പാണ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് കാണിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ആദ്യം ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് വലിയ തോതിലാണ് ആദ്യം കൂടുന്നത്. ഇവിടെ മുതൽ എന്ത് ചെയ്യുന്നു? ഇവിടെ മുതൽ ഡിക്രീസിങ് റേറ്റിൽ, കുറഞ്ഞ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസിങ് റേറ്റിൽ TP ഇൻക്രീസ് ചെയ്യുന്നത് അവസാനിക്കുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. ഈ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. അപ്പോൾ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് TP ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് എവിടെ അവസാനിക്കുന്നുവോ ആ പോയിന്റിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? മാക്സിമത്തിലെത്തും. പിന്നീട് TP ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. TP ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത്. TP മാക്സിമത്തിലെത്തുമ്പോൾ MP എന്ത് ചെയ്യും? 0-ലെത്തും. TP മാക്സിമത്തിലെത്തുമ്പോൾ MP 0-ലെത്തും. TP ഡിക്രീസ് ചെയ്യുമ്പോൾ, TP കുറയുമ്പോൾ MP എന്ത് ചെയ്യും? മൈനസ് ആയിട്ട് മാറും. TP ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് മൈനസ് ആയിട്ട് മാറും. ഇനി ആവറേജ് പ്രൊഡക്റ്റ് ആദ്യം ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഈ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും എവിടെ കൂട്ടിമുട്ടുന്നുവോ ആ പോയിന്റ് ആണ് APയുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. APയുടെ മാക്സിമം പോയിന്റ് എവിടെയാണ്? മാർജിനൽ പ്രൊഡക്റ്റും ഈ ആവറേജ് പ്രൊഡക്റ്റും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആവറേജ് പ്രൊഡക്റ്റിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഈ മാക്സിമം പോയിന്റിന് ശേഷം ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിമിനിഷിങ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുറയുന്നു. ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവുകൾ. ഇനി ലോസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ലോസ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷന് പ്രധാനമായിട്ടും 2 ലോ ഉണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഇൻപുട്സും വാരി ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ചില ഇൻപുട്സിനെ അവിടെ ഫിക്സ്ഡ് ആക്കി നിലനിർത്തുന്നു, ചില ഇൻപുട്സ് വാരി ചെയ്യുകയും ചെയ്യും. പക്ഷേ ലോങ് റണ്ണിൽ എന്താണ്? എല്ലാ ഇൻപുട്സും വാരിയബിൾ ആണ്. ഈ ഷോർട്ട് റണ്ണിനും ലോങ് റണ്ണിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലോകൾ ഉണ്ട്. പ്രൊഡക്ഷനിൽ ലോസ് ഷോർട്ട് റണ്ണിന് വേറെ ലോയും ലോങ് റണ്ണിന് വേറൊരു ലോയും ഉണ്ട്. ഏതൊക്കെയാണത് നോക്കാം. The loss of production describes the technically possible ways of increasing the level of production. ഈ ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള വേസ് ആണ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് മേ ഇൻക്രീസ് ഇൻ വാരിയസ് വേസ്. നമുക്ക് ഔട്ട്പുട്ടിനെ പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഒരുപോലെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുത്താൻ സാധിക്കും. ക്ലിയർലി ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദി ലോങ് റൺ. അല്ലെ, ലോങ് റണ്ണിൽ മാത്രമേ എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ലോങ് റണ്ണിലാണ് എല്ലാത്തിനും വാരി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഷോർട്ട് റണ്ണിൽ ചില ഇൻപുട്സ് എന്തായിട്ട് തന്നെ നിലനിൽക്കും? ഫിക്സ്ഡ് ആയിട്ട് തന്നെ നിലനിൽക്കും. Thus, the law of returns to scale refers to the long run analysis of production. അതുകൊണ്ട് ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, പ്രൊഡക്ഷൻ ലോ ആണ് എന്തെന്നറിയപ്പെടുന്നത്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് അറിയപ്പെടുന്നത്. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ റെഫർ ചെയ്യുന്നത് എന്താണ്? ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷനെയാണ്. In the short run, output may be increased by using more of the variable factors while capital are kept constant. ഇൻ ദ ഷോർട്ട് റണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? ചില ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് വാരിയബിൾ ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സിനെ മാത്രം വാരി ചെയ്യുകയും ബാക്കി ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മുടെ എക്സാമ്പിൾ ബേസിൽ ലേബറിനെ വാരി ചെയ്യിപ്പിക്കുകയും ക്യാപിറ്റലിനെ അവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഔട്ട്പുട്ടിൽ ഇൻക്രീസിങ് വരുത്തുന്നത്. Thus, the law of variable proportion refers to the short run analysis of production. അതുകൊണ്ട് ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ലോനെ എന്താണ് അറിയപ്പെടുന്നത്? ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്നാണ് അറിയപ്പെടുന്നത്.
ലോങ് റണ്ണിലെ ലോ ഏതാണ്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഷോർട്ട് റണ്ണിലെ ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. The marginal product of the variable factor will decline eventually as more and more quantities of this factor are combined with other constant factors. അതായത് ഒരു വേരിയബിൾ ഫാക്ടറിന്റെ മോർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോർ യൂണിറ്റ്സ് ഒരു കോൺസ്റ്റന്റ് ഫാക്ടറുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ചെയ്യാണ് ചെയ്യുന്നത്. The expansion of output with one factor constant is described by the law of diminishing returns of the variable factor. Expansion of ഔട്ട്പുട്ടിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വൺ ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു വാരിയബിൾ ഫാക്ടർ, ഒരു ഫാക്ടറിനെ മാത്രം വാരി ചെയ്യിപ്പിക്കുകയും മറ്റു ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഔട്ട്പുട്ടിൽ എക്സ്പാൻഷൻ വരുത്തുന്നത്. വിച്ച് ഈസ് ഓഫൺ റെഫർഡ് ടു ആസ് ദ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. അതുകൊണ്ടാണ് ഷോർട്ട് റണ്ണിലെ ഈ ഒരു ലോയെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് അറിയപ്പെടുന്നത്. കാരണം ഒന്ന് കോൺസ്റ്റന്റ് ആക്കുകയും മറ്റതിനെ വാരി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതും വാരി ചെയ്യിക്കുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്നാണ് ഷോർട്ട് റണ്ണിലെ ലോ അറിയപ്പെടുന്നത്. ഇനി ലോസ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ ഇതിനെ ഒന്ന് ഷോർട്ട് ആക്കി കൊടുത്തിരിക്കുകയാണ്. ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലോ ഓഫ് returns to scale. The law of variable proportion. എന്താണ് law of variable proportion എന്ന് നോക്കാം. It is the short run analysis of the production function. Law of variable proportion എന്ന് പറയുന്നത് short run analysis of production function ആണ്. The law usually applies to the short run when at least one input is fixed. one input എങ്കിലും ഫിക്സ്ഡ് ആയിരിക്കുന്ന പീരീഡ് ആണ് ഷോർട്ട് റൺ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഈ ഒരു ലോ അപ്ലൈ ചെയ്യുന്നത്. This law is also known as law of diminishing marginal returns. ഈ law of variable proportion എന്ന ഈ ഒരു ലോ ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? law of diminishing marginal returns എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. This law examines the production function with one factor variable, keeping the quantities of other factors fixed. ഇപ്പോൾ മറ്റു ഫാക്ടേഴ്സിനെയൊക്കെ ഫിക്സ്ഡ് ആക്കി നിലനിർത്തിയിട്ട് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഒരു ഫാക്ടറിൽ വാരി ചെയ്താൽ, ഒരു ഫാക്ടറിനെ വാരി ചെയ്താൽ എന്തായിരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഈ ഒരു ലോ കൊണ്ട് എക്സാമിൻ ചെയ്യുന്നത്. ഇൻ അനദർ വേർഡ്സ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ വെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ വാരിയിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വൺ ഇൻപുട്ട്. ഒരു ഇൻപുട്ടിന്റെ വാരിയസ് ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്? ഒരു കോൺസ്റ്റന്റ് ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ, ഒരു കോൺസ്റ്റന്റ് ഫാക്ടറും ഒരു ഇൻപുട്ടിന്റെ വാരിയസ് ക്വാണ്ടിറ്റീസും എടുത്തിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. When the quantity of one factor is varied, keeping the quantity of other factors constant, the proportion between the variable factor and the fixed factor is altered. അതാണ്ട് ഒരു ഫാക്ടറിനെ അവിടെ ഫിക്സ്ഡ് ആക്കിയിട്ട് നിലനിർത്തുകയും മറ്റു ഫാക്ടേഴ്സിനെ വാരി ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഫിക്സ്ഡ് ഫാക്ടറിന്റെയും വാരി ചെയ്യിപ്പിക്കുന്ന വേരിയബിൾ ഫാക്ടറിന്റെയും ഈ ഒരു പ്രൊപ്പോർഷനിൽ എന്തുണ്ടാവും? വാരി ചെയ്യും. വേരിയബിൾ ആയിട്ടായിരിക്കും ആ ഒരു പ്രൊപ്പോർഷൻ വരിക. ഈ ഒരു പ്രൊപ്പോർഷനിൽ ആൾട്ടർ സംഭവിക്കുന്നു. Since under this law study the effects on output of variation in factor proportions, this is known as the law of variable proportion. അതുകൊണ്ട് ഈ ഒരു പ്രൊപ്പോർഷനിൽ ഉണ്ടാകുന്ന വേരിയേഷനും കൂടെ ഈ ഒരു ലോയിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ ഇഫക്റ്റും കൂടെ ഈ ഒരു ലോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിനെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് അറിയപ്പെടുന്നത്. In general, if one of the factors of production is fixed, the marginal product of the variable factor will diminish after a certain range of production. അതായത് ഒരു ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിലനിർത്തി ഒരു ഫാക്ടറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വാരി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വാരി ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിമിനിഷിംഗ് ടെൻഡൻസി ആയിരിക്കും കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇൻ അവർ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ലേബർ ഇൻപുട്സ് ആർ
ലേബർ ഇൻപുട്സ് ആർ ഓഫ് ഈക്വൽ ക്വാളിറ്റി. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലേബേഴ്സിനും ഈക്വൽ ക്വാളിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ എല്ലാ ലേബേഴ്സും ഒരുപോലെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയാണ് എല്ലാ ലേബേഴ്സിനും ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലോ കൊണ്ട് ആദ്യം assume ചെയ്യുന്നത്. The law of diminishing marginal returns applies to a given production technology. ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ ആണ്, അല്ലെങ്കിൽ ടെക്നോളജി കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. The behavior of the output when the varying quantity of one factor is combined with a fixed quantity of the other can divided into 3 distinct stages. അതായത് ഒരു ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി മറ്റു ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി ഒരു ഫാക്ടറിൽ മാത്രം ചേഞ്ചസ് വരുത്തുമ്പോൾ അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനെ 3 സ്റ്റേജിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ 3 സ്റ്റേജസ് എന്ന് നോക്കാം. To understand these stages clearly, it is better to illustrate a graphical form. അപ്പം നമുക്ക് ഈ 3 സ്റ്റേജസിനെ നമുക്ക് ശരിക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഗ്രാഫിക്കൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട TP കർവും AP കർവും MP കർവും ഒക്കെ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു TP കർവും AP കർവും MP കർവും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റേജിനെയും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ഫാക്ടർ അവിടെ ഉണ്ട്. ലേബർ എന്ന് പറയുന്ന നമ്മുടെ ഫാക്ടറിനെയാണ് നമ്മൾ വാരി ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ ലേബറും ക്യാപിറ്റലും കൂടെ യോജിപ്പിക്കുമ്പോൾ, കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെവലിലാണ്. ഈ ഔട്ട്പുട്ടിനെ ഇതിനനുസരിച്ച് ഔട്ട്പുട്ടിനെ 3 സ്റ്റേജസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് 3 സ്റ്റേജസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ N എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈ H എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് സെക്കൻഡ് സ്റ്റേജ്. ഇതിന് ശേഷം വരുന്ന Hന് ശേഷം വരുന്നതാണ് തേർഡ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കറിയാം ഈ ഒരു F എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് F എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ F എന്ന് പറയുന്ന പോയിന്റ് വരെ ഈ ഒരു TP കർവ് എങ്ങനെയാണ്? ഇൻക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. TP കർവ് F എന്ന പോയിന്റ് വരെ ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഈ F എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. കാരണം ഈ പോയിന്റിലാണ്, ഈ F എന്ന് പറയുന്ന പോയിന്റിലാണ് TP കർവിന്റെ ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്ന ടെൻഡൻസി അവസാനിക്കുന്നത്. അതുകൊണ്ട് F എന്ന് പറയുന്ന പോയിന്റ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ ഇൻഫ്ലക്ഷൻ പോയിന്റിന് ശേഷം എന്ത് സംഭവിക്കുന്നു? TP കർവ് ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ചെറിയൊരു തോതിൽ ഇൻക്രീസ് ചെയ്യാനാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ ഇൻക്രീസിങ്ങിന്റെ തോത് എന്ന് പറയുന്നത് കുറവാണ്, ചെറിയ രീതിയിൽ മാത്രമേ കൂടുന്നുള്ളൂ. അപ്പം ഈ Fന് ശേഷം H വരെ ഡിക്രീസിങ് റേറ്റിലാണ് TP കർവ് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ H എന്ന് പറയുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് സാറ്റിറ്റി അല്ലെങ്കിൽ സാറ്റുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് TP കർവിന്റെ ഹയസ്റ്റ് പോയിന്റ് ആണ് H എന്ന് പറയുന്നത്. ഈ H ആണ് മാക്സിമം TP ലഭിക്കുന്നത് ഈ H എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ H എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എന്ത് സംഭവിക്കുന്നു? TP കർവ് കുറയുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു, ഡിമിനിഷിങ് ചെയ്യുന്നു. ഇതാണ് TP കർവ്. ഇനി അതുപോലെ തന്നെ ഈ MP കർവ്, നമ്മൾ നേരത്തെ കണ്ട MP കർവ് തന്നെയാണ്. ഈ F എന്ന് പറയുന്ന ഈ TP കർവിന്റെ F എന്ന് പറയുന്ന പോയിന്റിൽ, ഇൻഫ്ലക്ഷൻ പോയിന്റിൽ MP എന്തായിരിക്കും? മാക്സിമത്തിലായിരിക്കും. ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് MP, മാർജിനൽ പ്രൊഡക്റ്റ് കർവ്, മാക്സിമത്തിലെത്തുന്നത്. ദെൻ ഇവിടെ ഈ ഒരു സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് AP കർവും MP കർവും കൂടെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റിലാണ്. S എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ MP കർവും AP കർവും കൂടെ കൂട്ടിമുട്ടുന്നത്. ഈ ഒരു പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? സ്റ്റേജ് 1 എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. ഈ S എന്ന് പറയുന്ന പോയിന്റിലാണ് MPയും APയും കൂടെ കൂട്ടിമുട്ടുന്നത്, ടാൻജന്റ് ചെയ്യുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേജ് 1 എൻഡ് ചെയ്യുന്നത്.
ഇനി ഈ സ്റ്റേജ് 1 എന്തൊക്കെ സംഭവിക്കുന്നു? ആദ്യം ടി പി കർവ് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യം അതുപോലെ തന്നെ ടി പി ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് വരെ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ആയിരിക്കും. ദെൻ ടി പി കർവ് ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എം പി കർവ് എന്തായിരിക്കും? ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ടി പി കർവ് ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷെ അത് ഇൻക്രീസിങ് റേറ്റിലും ഡിക്രീസിങ് റേറ്റിലും ഉണ്ട്. പക്ഷെ ഇവിടെ എ പി കർവും എന്ത് തന്നെയാണ്? ഫസ്റ്റ് സ്റ്റേജ് മൊത്തത്തിലും എ പി കർവും ഇൻക്രീസിങ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എം പി കർവ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേജ് 1 ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കാണിക്കുന്ന എം പി കർവ് മാത്രമേ ഉള്ളൂ. ടി പി കർവും എ പി കർവും ഇൻക്രീസിങ് സ്റ്റേജ് ടെൻഡൻസി മാത്രമാണ് സ്റ്റേജ് 1 കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ എസ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ അല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന ഈ പോയിന്റിൽ സ്റ്റേജ് 1 അവസാനിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റേജ് 2 സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റേജ് 2 ഉടനീളം എന്താണ്? ടി പി ഏത് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു? ഡിക്രീസിങ് റേറ്റിൽ, കുറഞ്ഞ തോതിൽ ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. എ പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എ പി ഈ ഒരു സ്റ്റേജിൽ എ പിയുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഈ എ പിയും എം പിയും കൂടെ ടാൻജൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അതിനുശേഷം എ പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ സ്റ്റേജ് 2 എ പി കുറയുന്നു, എം പി എന്ത് ചെയ്യുന്നു? എം പി കുറയുന്നു. എവിടെയാണ് സ്റ്റേജ് 2 എൻഡ് ചെയ്യുന്നത്? ടി പി കർവ് മാക്സിമത്തിലെത്തുകയും ടി പി കർവ് മാക്സിമത്തിലെത്തുന്ന സമയത്ത് എം പി കർവ് 0-ലെത്തുന്നു. ഈ ഒരു സമയത്താണ് സെക്കൻഡ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. ഈ എം എന്ന് പറയുന്ന അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന പോയിന്റ് വരെ, ഈ പോയിന്റ് വരെയാണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് സ്റ്റേജ്? തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാണ്. എച്ചിന് ശേഷം എന്ത് സംഭവിക്കുന്നു? തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ടി പി ഡിക്രീസിങ് ആണ്, ടി പി കുറയാണ് ചെയ്യുന്നത്. അതുപോലെ എ പിയും കുറയുന്നു, എം പി നെഗറ്റീവ് ആകുന്നു. അതാണ് തേർഡ് സ്റ്റേജിൽ ലാബറിന്റെ എം പി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ഇവിടെ നെഗറ്റീവ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. തേർഡ് സ്റ്റേജിൽ എ പി കുറയാണ് ചെയ്യുന്നത്. എ പി ഒരിക്കലും 0 ആവില്ല, നെഗറ്റീവും ആവില്ല. ടി പി ഇവിടെ എന്താണ്? കുറയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി സ്റ്റേജ് 1, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജ് 1 നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും കൂടെ പറഞ്ഞിട്ട് പോകുന്നു. ടി പി ഇൻക്രീസസ് അപ് ടു എ പോയിന്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. എഫ് എന്ന് പറയുന്ന പോയിന്റ് വരെ ടി പി എന്ത് ചെയ്യാണ്? ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാണ്. ഫ്രം ദ ഒറിജിൻ ടു അപ് ടു പോയിന്റ് എഫ് സ്ലോപ്പ് ഓഫ് ദ ടി പി ഈസ് ഇൻക്രീസിംഗ്. ഈ എഫ് വരെ ടി പിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. ദാറ്റ് ഈസ് അപ് ടു പോയിന്റ് എഫ് ടി പി ഇൻക്രീസിംഗ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് വിച്ച് മീൻസ് ദ എം പി റൈസസ്. എം പി എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. എഫ് വരെ എം പി റൈസ് ചെയ്യുന്നു. ഫ്രം ദി പോയിന്റ് എഫ് ഓൺവേർഡ്സ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് 1 ടി പി ഗോസ് ഓൺ റൈസിംഗ് ബട്ട് ഇറ്റ് സ്ലോപ്സ് ഡിക്ലൈനിങ് വിച്ച് മീൻസ് ടി പി ഡിക്രീസിംഗ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. ഈ എഫിന് ശേഷം എന്ത് ചെയ്യുന്നു? ടി പി ഡിക്രീസിംഗ് റേറ്റിൽ ഡിക്രീസ് ചെയ്യുന്നു. അതിനർത്ഥം എം പി ഫോഴ്സ് ബട്ട് പോസിറ്റീവ്. എം പി കുറയുന്നു, പക്ഷെ പോസിറ്റീവ് ആയിരിക്കും. Then point F where the TP stops increasing at an increasing rate and starts increasing at a diminishing rate is called point of inflection. ഈ F എന്ന് പറയുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റ് എഫിൽ എന്ത് സംഭവിക്കുന്നു? ഈ ടി പിയുടെ ഇൻക്രീസിംഗ് റേറ്റിലുള്ള ഇൻക്രീസിംഗ് അവസാനിക്കുകയും ഡിക്രീസിംഗ് റേറ്റിലുള്ള ഇൻക്രീസിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് എഫ് എന്ന് പറയുന്നത്. സ്റ്റേജ് 1 ends where the AP curve reaches its highest point. എ പി കർവ് അതിന്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ സ്റ്റേജ് 1 എൻഡ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് എം പി ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഈസ് ഫോളിംഗ്. ഇറ്റ് സ്റ്റിൽ എക്സീഡ് ഇസ് ഹാപ്പി. എം പി എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ഫാക്ടറിന്റെ എം പി എന്ന് പറയുന്നത് ഫോളിംഗ് ആണ്, പക്ഷെ അതെന്താണ്? ആപ്പിനെക്കാളും കൂടുതലും ആണ്. ഏത് സ്റ്റേജിൽ? ഫസ്റ്റ് സ്റ്റേജിൽ. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് എം പി കർവ് റൈസസ് ഇൻ എ പാർട്ട് ആൻഡ് ദെൻ ഫോൾസ്. എ പി കർവ് റൈസസ് ത്രൂ ഔട്ട്. എ പി കർവ് ത്രൂ ഔട്ട് റൈസ് ചെയ്യും, പക്ഷെ എം പി എന്ത് ചെയ്യും? ആദ്യം റൈസ് ചെയ്യും, പിന്നെ ഫോൾ ചെയ്യും. സ്റ്റേജ് 1 അവസ്ഥയാണ് പറയുന്നത്. ദിസ് സ്റ്റേജ് ഇസ് നോൺ ആസ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ബിക്കോസ് എ പി ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇൻക്രീസസ് ത്രൂ ഔട്ട് ദി സ്റ്റേജ്. ഈ സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇതിന്റെ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ദി ലാബർ ഈ ഒരു സ്റ്റേജിൽ ത്രൂ ഔട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്? ഈ സ്റ്റേജ് കംപ്ലീറ്റ്ലി AP ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റേജ് 1നെ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 2നെ അറിയപ്പെടുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നാണ്. In this stage, TP continue to increase at a diminishing rate until it reaches its maximum point H where the second stage ends. അപ്പോൾ ഈ ഒരു TP കർവ് എന്ത് ചെയ്യാണ്? ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാണ് സ്റ്റേജ് 2 ചെയ്യുന്നത്. H എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു TP കർവ് മാക്സിമത്തിലെത്തും. In this stage, both the AP and MP of the variable factor are diminishing but are positive. ഈ സെക്കൻഡ് സ്റ്റേജിൽ APയും MPയും എന്ത് ചെയ്യാണ്? ഡിമിനിഷിംഗ് ആണ്, പക്ഷെ പോസിറ്റീവ് ആണ്. At the end of the second stage, that is at point M, MP of the variable factor is 0. ഈ ഒരു സ്റ്റേജിൽ H എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ M എന്ന് പറയുന്ന പോയിന്റ്, HTPയുടെ ഹയസ്റ്റ് പോയിന്റ് ആണ്, അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഒക്കേഴ്സ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് പ്രൊഡക്ഷൻ ഒക്കർ ചെയ്യുന്നത്. This stage is known as the diminishing returns as both the AP and MP of the variable factors continuously falls during this stage. ഈ സ്റ്റേജിനെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ വാരിയബിൾ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും APയും MPയും ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്? ഡിമിനിഷിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിനെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 3 നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്റ്റേജ് 3ൽ എന്താണ്? ഇൻ ദിസ് സ്റ്റേജ് TP ഡിക്ലൈൻസ് ആൻഡ് therefore TP സ്ലോപ്സ് ഡൗൺവേഴ്സ്. TP ഡിക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ആണ്, അതുകൊണ്ട് തന്നെ TPയുടെ സ്ലോപ്പും ഡൗൺവേർഡ്സ് ആണ്. ആസ് എ റിസൾട്ട് MP ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഈസ് നെഗറ്റീവ് ആൻഡ് MP കർവ് ഗോസ് ബിലോ ടു ദ X ആക്സിസ്. MP എന്താവുന്നുണ്ട്? നെഗറ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ X ആക്സിസിന് താഴേക്ക് പോകുന്നുണ്ട്. ദിസ് സ്റ്റേജ് ഈസ് നോൺ ആസ് ദി നെഗറ്റീവ് റിട്ടേൺസ് ബിക്കോസ് ആസ് ദി MP ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഈസ് നെഗറ്റീവ് ഡ്യൂറിംഗ് ദി സ്റ്റേജ്. ഈ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് വേരിയബിൾ ഫാക്ടറിന്റെ, നമ്മുടെ ലാബർ ആയിട്ടുള്ള വേരിയബിൾ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് MP എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ ഒരു തേർഡ് സ്റ്റേജിനെ നെഗറ്റീവ് റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് എന്ത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. It is noted that stage 1 and stage 2 are completely symmetrical. ഇതിലെ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആണ്. ഇൻ സ്റ്റേജ് 1 ദ ഫിക്സ്ഡ് ഫാക്ടർ ഈസ് ടു മച്ച് റിലേറ്റീവ് ടു ദ വേരിയബിൾ ഫാക്ടർ. സ്റ്റേജ് 1ൽ എന്താണ്? ഫിക്സ്ഡ് ഫാക്ടർ ടു മച്ച് റിലേറ്റീവ് ടു ദി വേരിയബിൾ ഫാക്ടർ ആണ്. Therefore in stage 1 MP of the fixed factor is negative. സ്റ്റേജ് 1ലെ ഫിക്സ്ഡ് ഫാക്ടറിന്റെ MP എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇൻ സ്റ്റേജ് 3 വേരിയബിൾ ഫാക്ടർ ഈസ് ടു മച്ച് റിലേറ്റീവ് ടു ദ ഫിക്സ്ഡ് ഫാക്ടർ. Therefore in stage 3 the MP of the വേരിയബിൾ ഫാക്ടർ ഈസ് നെഗറ്റീവ്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ വേരിയബിൾ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേജ് 1ല് ഫിക്സ്ഡ് ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേജ് 3ൽ വേരിയബിൾ ഫാക്ടറിന്റെ marginal product negative ആയിരിക്കും. It is clear that rational producer will never be found producing in stage 1 and stage 3 because it represents non-economic region of the production. അപ്പോൾ ഒരു റാഷണൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യില്ല? സ്റ്റേജ് 1ലും സ്റ്റേജ് 3ലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കില്ല. കാരണം ഇത് നോൺ ഇക്കണോമിക് റീജിയൻ ഓഫ് ദ പ്രൊഡക്ഷന്റെ നോൺ ഇക്കണോമിക് റീജിയൻ എന്നാണ് സ്റ്റേജ് 1നെയും സ്റ്റേജ് 3യെയും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എ റാഷണൽ കൺസ്യൂമർ ഓൾവേസ് പ്രൊഡ്യൂസ് അറ്റ് സ്റ്റേജ് 2 വിച്ച് ഈസ് ഇക്കണോമിക്കലി എഫിഷ്യന്റ്. ഇക്കണോമിക്കലി എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റേജ് 2ലായിരിക്കും ഒരു റാഷണൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. സ്റ്റേജ് 1ലും സ്റ്റേജ് 3ലും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം സ്റ്റേജ് 1ല് ഫിക്സ്ഡ് ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. സ്റ്റേജ് 3ല് വേരിയബിൾ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. സ്റ്റേജ് 2ല് മാത്രമുള്ളൂ രണ്ട് ഫാക്ടറിന്റെയും മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എക്കണോമിക്കലി എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു മേഖലയായിരിക്കും ഒരു റാഷണൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഐസോകോണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിനെ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം.
If the production function is homogeneous with constant returns to scale everywhere, the returns to a single variable factor will be diminishing. This is implied by the negative slope and the convexity of the isocond. ഇപ്പം ഡിമിനിഷിങ് ആയിരിക്കും എന്ത് കാണിക്കുന്നത്, വാരിയബിൾ ഫാക്ടർ ഡിമിനിഷിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ആ സമയത്ത് ഐസോകോണ്ട് കോൺവെക്സിറ്റി ഷേപ്പ് ആയിരിക്കും കാണിക്കുന്നത്. With the constant returns to scale everywhere on the production surface, doubling both factors 2k 2l leads to a doubling of output. ഈ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 2k 2l അതായത് ക്യാപിറ്റലും ലേബറും നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ക്യാപിറ്റലും ലേബറും ഡബിൾ ചെയ്യുകയാണെങ്കിൽ, ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരേപോലെ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇരട്ടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ ഇരട്ടിപ്പ് സംഭവിക്കും എന്നുള്ളതാണ് ഏത് പറയുന്നത്, ഈ ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ ഫിഗർ പോയിന്റ് ബി ഓൺ ദി ഐസോക്ലൈൻസ് ഓർ എ ലൈൻസ് ഓൺ ദി ഐസോകോൺ 2x. അതായത് ഇവിടെ നമുക്കറിയാം കെ ബാർ എന്ന് പറയുന്നത് എന്താണ്, കെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുമ്പോൾ എൽ എന്ന് പറയുന്നത്, കെ ബാർ എന്ന് പറയുമ്പോൾ എൽ എന്ന് പറയുന്നതായിരുന്നു ഇൻപുട്ട് യൂസ് ചെയ്തിരുന്നത്. ആ സമയത്ത് എന്താണ്, ഈ എക്സ് എന്ന് പറയുന്നതായിരുന്നു പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം 2k കെനെ ഡബിൾ ആക്കിയാൽ 2k ആക്കി മാറ്റിയാൽ, അതുപോലെ തന്നെ ലേബറിനെ 2l ആക്കിയിട്ട് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 2x ആയിട്ട് ഡബിൾ ചെയ്യും. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്, ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ പീരീഡിൽ ഒരു ഫാക്ടർ, അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അത് ക്യാപിറ്റലിനെ ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുത്താനും സാധിക്കില്ല. അതുകൊണ്ട് കെനെ എന്തായിട്ട് നിലനിർത്തിയതാ, കോൺസ്റ്റന്റ് ആയിട്ട് കെ ഡാഷ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ട് കെനെ നിലനിർത്തുകയും എല്ലിനെ എന്തായി 2l ആയിട്ട് ഡബിൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എന്ത് സംഭവിച്ചു, 2x എന്നുള്ള ഔട്ട്പുട്ടിന് പകരം 2xനേക്കാളും കുറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചത്. ഇതിനെയാണ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലും കെയും കൂടെ കൂട്ടിയപ്പോൾ, കെ ഡാഷും കൂടെ പ്രൊപ്പോർഷനേറ്റ്ലി നോക്കിയപ്പോൾ എത്രയായിരുന്നു, എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരുന്നു. പക്ഷെ എല്ലിനെ ഡബിൾ ചെയ്യിപ്പിച്ചപ്പോൾ 2l ആയിട്ട് ഡബിൾ ആയിട്ട് എൽ എടുത്തപ്പോൾ, ലേബർ എടുത്തപ്പോൾ ഡബിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയില്ല, ഔട്ട്പുട്ട് കിട്ടിയില്ല. ഔട്ട്പുട്ട് ഡബിളിനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ അത് എത്രയാണോ കിട്ടേണ്ടത് അതിനേക്കാളും കുറവേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയാണ് ഐസോകോണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിമിനിഷിങ് റിട്ടേൺസ് കാണുന്നത്. However, if we keep k constant and we double only the amount of L, we reach point C, which clearly lies on a lower isocon than 2x. നമ്മൾ പറഞ്ഞ പോലെ തന്നെ kനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയും എല്ലിനെ ഡബിൾ ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ 2xനേക്കാളും കുറഞ്ഞ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭ്യമായത്. If we wanted to double output with the initial capital K, we would require 2l units of ലേബർ. അപ്പം നമ്മൾക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2l ലേബറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഔട്ട്പുട്ട് ഡബിൾ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡബിളിനേക്കാളും 2lനേക്കാളും കൂടുതലായിട്ടുള്ള ലേബർ നമുക്ക് ആവശ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ക്ലിയർലി 2l ഗ്രേറ്റർ ദാൻ എൽ, 2l എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൽ ആയിട്ട് വരും. ഹെൻസ് ഡബിളിംഗ് എൽ വിത്ത് കെ കോൺസ്റ്റന്റ് ലെസ് ദാൻ ഡബിൾസ് ഔട്ട്പുട്ട് അല്ലെ, എല്ലിനെ ഡബിൾ ചെയ്യിപ്പിക്കുകയും കെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയും ചെയ്തപ്പോൾ ഡബിൾസിനേക്കാളും കുറവായിട്ട് ലെസ് ദാൻ ഡബിൾ ആയിട്ടാണ് ഔട്ട്പുട്ട്
എന്ത് ചെയ്തത് മാറിയത്. ദി വാരിയബിൾ ഫാക്ടർ എൽ എക്സിബിറ്റ്സ് ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ദാറ്റ് ഈസ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അതുകൊണ്ട് തന്നെ ലേബറിനെ ഡബിൾ ആക്കിയപ്പോൾ നമുക്ക് ഡബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടിയത്, ഡബിളിനേക്കാളും കുറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ലഭ്യമായത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിനെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഈ ഡിമിനിഷിംഗ് റിട്ടേൺസ് ഇങ്ങനെയാണ് ഐസോകോണ്ട് വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് നോക്കാം. If the production function shows increasing returns to scale, the returns to the single variable factor L will in general be diminishing unless the positive returns to scale are so strong as to offset the diminishing marginal productivity of the single variable factor. ഇൻക്രീസിംഗ് റിട്ടേൺസിന്റെ സമയത്ത് എന്താണ് ഈ ഒരു ഫാക്ടറിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്ടിവിറ്റിനെ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ഫിഗർ ഷോസ് ദി റയർ കേസ് ഓഫ് സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിൽ വിച്ച് ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് എൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? എൽ 2L ആയിട്ട് ഇൻക്രീസ് ചെയ്ത സമയത്ത് നമുക്ക് 2x എന്നുള്ള ഒരു ഔട്ട്പുട്ട് ആയിരുന്നു നമുക്ക് ലഭ്യമാവേണ്ടത്. അതായത് ഡബിൾ ഇൻപുട്ടിനെ ഡബിൾ ചെയ്തപ്പോൾ, വേരിയബിൾ ഇൻപുട്ടിനെ 2L എന്നാക്കി ഡബിൾ ചെയ്തപ്പോൾ 2x എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്, അതായത് ഡബിളിംഗ് ഔട്ട്പുട്ട് ഏതാണ്? 2x ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് സി എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്. ആ 2xനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ലഭ്യമായത്. ഇതൊരു റയർ കേസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കുന്നത്. വേരിയബിൾ ഫാക്ടറിനെ ഡബിൾ ആക്കിയപ്പോൾ ഡബിളിനേക്കാളും കൂടുതലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇങ്ങനെയാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യുന്നത്. ഇനി ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ നമുക്കറിയാം. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യുന്നത് ഏത് തരം പ്രൊഡക്ഷൻ അനാലിസിസിനെയാണ്? ലോങ് റൺ പ്രൊഡക്ഷനെയാണ്. ഇൻ ദി ലോങ് റൺ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് മേ ബി അച്ചീവ്ഡ് ബൈ വാരിയിങ് ഓൾ ഫാക്ടേഴ്സ്. അപ്പോൾ ലോങ് റണ്ണിൽ നമുക്ക് ഔട്ട്പുട്ടിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഉള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഫാക്ടേഴ്സിനെയും വാരി ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ ഫാക്ടേഴ്സിനെയും വാരി ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലെ എക്സ്പാൻഷൻ നടത്താൻ ലോങ് റണ്ണിൽ സാധിക്കും. In the long run, all factors are variable. The laws of returns to scale refers to the effect of scale relationship. അപ്പോൾ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ് റെഫർ ചെയ്യുന്നത്? സ്കെയിൽ റിലേഷൻഷിപ്പിന്റെ ഇഫക്റ്റിനെയാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ റെഫർ ചെയ്യുന്നത്. ഇൻ ദി ലോങ് റൺ ഔട്ട്പുട്ട് മേ ബി ഇൻക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ഓൾ ഫാക്ടേഴ്സ് ബൈ ദി സെയിം പ്രപ്പോർഷൻ ഓർ ബൈ ഡിഫറെന്റ് പ്രപ്പോർഷൻ. അപ്പോൾ ലോങ് റണ്ണിൽ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുക? ഒന്നെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിനെയും ഒരേ പ്രപ്പോർഷനിൽ, സെയിം പ്രപ്പോർഷനിൽ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിനെയും ഡിഫറെന്റ് പ്രപ്പോർഷനിലും ചേഞ്ച് ചെയ്യിപ്പിക്കാൻ സാധിക്കും. Traditional theory of production concentrates on the first case, that is the study of outputs as all inputs change by the same proportion. Traditional theory എല്ലാം എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്? ഈ ഫസ്റ്റ് കേസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സിനെയും ഒരേപോലെ സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവർ ഔട്ട്പുട്ടിൽ ഇൻക്രീസിങ് നടക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? ട്രഡീഷണൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. ദ ടേം റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആസ് ഓൾ ഫാക്ടേഴ്സ് ചേഞ്ച് ബൈ ദ സെയിം പ്രപ്പോർഷൻ. റിട്ടേൺസ് ടു സ്കെയിൽ ടേം റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ് റെഫർ ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിലെ ചേഞ്ചസ് ആണ്. ആസ് ഓൾ ഫാക്ടേഴ്സ് ചേഞ്ച് ബൈ ദ സെയിം പ്രപ്പോർഷൻ. സെയിം പ്രപ്പോർഷനിൽ എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യിപ്പിച്ചാൽ ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് എങ്ങനെയാണ്, എന്തായിരിക്കും എന്നുള്ളതാണ് റിട്ടേൺ ടു സ്കെയിൽ മെഷർ ചെയ്യുന്നത്. Suppose we start from an initial level of input and output. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ x0 is equal to output എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ആൻഡ് we increase all the factors by the same proportion k. Then നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എൽ കെ എന്നുള്ളതായിരുന്നു. ഇനി ഈ ലേബറിനെയും ക്യാപിറ്റലിനെയും കെ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ സെയിം പ്രപ്പോർഷനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. We will clearly obtain a new level of output x star higher than the original level of x0. x0 എന്ന് പറയുന്ന ആദ്യത്തെ ലെവലിനേക്കാളും ഇനീഷ്യൽ ലെവലിനേക്കാളും ഒരു വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാവും. എങ്ങനെയെങ്കിൽ ക്യാപിറ്റലിനെയും ലേബറിനെയും നമ്മൾ ഒരേപോലെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയായിട്ട് മാറും? x0 ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് kl kk എന്നുള്ളതാവും. ഇഫ് x star increases by the same proportion k as the inputs, we say that there are constant returns to scale. നമ്മളെ സെയിം പ്രപ്പോർഷനിലാണ്
കെ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനിലാണ്, സെയിം പ്രൊപ്പോർഷനിലാണ് ഇൻപുട്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ദർ ആർ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. അവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇഫ് എക്സ് സ്റ്റാർ ഇൻക്രീസസ് ലെസ് ദാൻ പ്രൊപ്പോർഷണലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഫാക്ടേഴ്സ് വി ഹാവ് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ആയിട്ടാണ് ഇൻപുട്സിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും ലഭ്യമാവുന്നത്. ഇഫ് എക്സ് സ്റ്റാർ ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷണലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ഫാക്ടേഴ്സ് we have increasing returns to scale. increase more than proportionately ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എക്സ് സ്റ്റാർ ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും, ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആയിരിക്കും. അതായത് ഇൻപുട്ട് എത്രയാണോ വർദ്ധിപ്പിക്കുന്നത് അത്ര തന്നെയാണ് ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആണ്. ഇനി ഇൻപുട്ട് വർദ്ധിക്കുന്നതിനേക്കാളും കുറവായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇനി ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറൈസിങ് ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിട്ടേൺ ടു സ്കെയിലിന്റെ ഗ്രാഫിക്കൽ അനാലിസിസ് നോക്കാം. Graphical presentation of the returns to scale. The returns to scale may be shown graphically by the distance on an isocline between successive multiple level of output isocones. That is, isocones that shows level of output which are multiples of some base level of output. Example x, 2x, 3x, etc. ഇനി നമ്മൾ ഔട്ട്പുട്ടിന്റെ ഐസോകോണ്ടിന്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ ഇവിടെ തീരുമാനിക്കുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. Along any isocline, the distance between successive multiple isocones is constant. Doubling the factor inputs achieve double the level of the initial output. Trebling inputs achieve treble output and so on. അപ്പോൾ നമ്മൾ ഡബിൾ ആയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡബിൾ ആയിപ്പിക്കുകയാണെങ്കിൽ ഇൻപുട്ടും ഡബിൾ ആയിരിക്കും. ഔട്ട്പുട്ട് ട്രിപ്പിൾ ആയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും ട്രിപ്പിൾ ആയിരിക്കും. ഇനി ഇൻപുട്ട് ഹാഫ് ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും ഹാഫ് ആയിരിക്കും. അങ്ങനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. എങ്ങനെയാണോ ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തുന്നത് അതേ ചേഞ്ച് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും ഉണ്ടായിരിക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിന്റെ ഒരു ഗ്രാഫ്. എങ്ങനെയാണ് നമുക്കറിയാം, എക്സ്, 2x, 3x സെയിം ഡിസ്റ്റൻസിലായിരിക്കും ഈ ഐസോകോൺസ് മൂവ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഐസോകോണിന്റെയും 2x എന്ന് പറയുന്ന ഐസോകോണിന്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. 2x എന്ന് പറയുന്ന ഐസോകോണിന്റെയും 3x എന്ന് പറയുന്ന ഐസോകോണിന്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇവിടെ ഇൻപുട്ടിന്റെ കാര്യത്തിൽ ലേബറും ക്യാപിറ്റലും ഒരുപോലെയാണ് എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഒരേ പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും ഒരേ പ്രൊപ്പോർഷനിൽ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഡബിൾ ചെയ്യിപ്പിച്ചു, ദെൻ ട്രിപ്പിൾ ചെയ്യിപ്പിച്ചു, ഒക്കെ സെയിം ഔട്ട്പുട്ടാണ് ഇവിടെ ലഭ്യമാവുന്നത്. ഇതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്താണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോകോൺസ് ഇൻക്രീസസ്. ഈ ഡിസ്റ്റൻസ് അടുത്തടുത്ത് വരുന്ന ഐസോകോൺസിന്റെ ഡിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ, ഡിസ്റ്റൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. By doubling the inputs, output increases by less than twice its original level. നമ്മൾ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് അല്ലെ, എൽ എന്ന് പറയുന്ന യൂണിറ്റിൽ ലേബറും കെ യൂണിറ്റിൽ ക്യാപിറ്റലും യൂസ് ചെയ്തപ്പോൾ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി 2x ആക്കിയിട്ടും 2l ആക്കിയിട്ടും 2k ആക്കിയിട്ടും ഇൻപുട്സിനെ ഡബിൾ ചെയ്താൽ നമുക്ക് 2x എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ലഭ്യമാവേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഈ 2xനേക്കാളും കുറഞ്ഞ ഇതിന് താഴെ വരുന്ന ഒരു ഐസോകോണ്ടാണ് നമുക്ക് ലഭ്യമായത്. അതിനർത്ഥം ഡബിളിനേക്കാളും കുറവായിട്ടുള്ള ഒരു ഐസോകോണ്ട്, ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയുന്നത്. 2lഉം 2xഉം ഇൻപുട്ടിൽ ഡബിൾ ചെയ്തപ്പോൾ, ഡബിളിംഗ് നടത്തിയപ്പോൾ നമുക്ക് ഡബിളിംഗ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയില്ല, ഇത്ര ഔട്ട്പുട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അതിനെയാണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഐസോകോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം.
ഇനി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോകോൺസ് ഡിക്രീസസ്. ഈ ഐസോകോൺസ് തമ്മിലുള്ള അകലം എന്താണ്? ഡിക്രീസിംഗ് ആണ് സംഭവിക്കുന്നത്. ബൈ ഡബിളിംഗ് ദി ഇൻപുട്സ് ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ഡബിൾഡ്. In figure, doubling K and L leads to point B which lies on an isocone above the one denoting 2x. അതായത് നമ്മൾ ഇൻപുട്ടിനെ ഡബിൾ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡബിളിനേക്കാളും കൂടുതലാവും. അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കെ എൽ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരുന്നു ലഭിച്ചിരുന്നത്. ദെൻ 2x-ഉം 2l-ഉം ആയിട്ട് ഡബിൾ ചെയ്തപ്പോൾ ഇൻപുട്സിനെ ഡബിൾ ചെയ്തപ്പോൾ 2x എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരുന്നു നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 2x-നേക്കാളും കൂടുതലായിട്ടുള്ള 2x-ന് മുകളിലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഈ ഒരു ടെൻഡൻസിയാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഡബിൾ ചെയ്യിപ്പിച്ചപ്പോൾ ഇൻപുട്സിനെ ഡബിൾ ചെയ്യിപ്പിച്ചപ്പോൾ ഡബിളിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭ്യമായത്. അതുകൊണ്ട് ഈ ഒരു റിട്ടേൺസ് സ്കെയിലാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. Returns scale may vary over different ranges of output. Over some ranges we may have constant returns scale, while over another range we may have increasing or decreasing returns scale. നമ്മൾ പല റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺസ് സ്കെയിൽ ലഭിക്കുന്നത്. ചില സമയങ്ങളിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആവാം, പിന്നെ അത് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആവാം, ചിലപ്പോൾ അത് ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആവാം. In figure we see that up to the level of output 4x return to scale are constant. ഈ 4x വരെ നമുക്കറിയാം ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ് സംഭവിക്കുന്നത്. കാരണം സെയിം ഡിസ്റ്റൻസിലാണ് ഐസോകോൺസിന്റെ ഡിസ്റ്റൻസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ് ഈ 4x വരെ സംഭവിക്കുന്നത്. ബിയോണ്ട് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് റിട്ടേൺസ് സ്കെയിൽ ആർ ഡിക്രീസിങ്. അതിനുശേഷം ഈ 4x-ന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വാരിയിങ് റിട്ടേൺസ് സ്കെയിൽ ആർ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആൻഡ് എക്കണോമിക്സ് യൂഷ്വലി ഇഗ്നോർ ദം ഫോർ ദി അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വാരി ചെയ്യുന്ന ഈ ഒരു റിട്ടേൺസ് സ്കെയിലിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ മിക്ക സമയങ്ങളിലും ഇക്കണോമിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു അനാലിസിസിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യാറ്. റിട്ടേൺസ് സ്കെയിൽ ആൻഡ് ഹോമോജീനിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. റിട്ടേൺസ് സ്കെയിലും ഹോമോജീനിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷനും എങ്ങനെയെന്ന് നോക്കാം. Suppose we increase both factors of the production by the same proportion k and we observe the resulting new level of output x. നമ്മൾ എല്ലിനെയും കെനെയും സെയിം പ്രൊപ്പോർഷനിൽ, കെ എന്ന് പറയുന്ന സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിച്ചപ്പോൾ എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു. If k can be factored out, that is may be taken out of the brackets as a common factor, then the new level of output x star can be expressed as a function of k and the initial level of output. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ kനെ ഫാക്ടർ ഔട്ട് ചെയ്യാണ്, ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? k raised to v of function of l k എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. കാരണം എൽ എന്ന് കെ എന്ന് പറയുന്നത് എല്ലിന്റെയും കെയുടെയും കോമൺ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫാക്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് ബ്രാക്കറ്റിനെ അപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരു കോമൺ ആയിട്ട് ഇടാൻ സാധിക്കും. ആൻഡ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഹോമോജിനിയസ്. ഇങ്ങനെ സാധിക്കുമെങ്കിൽ, അതായത് എല്ലിനെയും കെയെയും സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്തത് കാരണം നമുക്ക് ഈ കെനെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു. അങ്ങനെ സാധിച്ചത് കാരണം നമ്മൾക്ക് എന്ത് പറയാം? ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഫാക്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫാക്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് കെ കനോട്ട് ബി ഫാക്ടേഡ് ഔട്ട് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് നോൺ ഹോമോജീനിയസ്. ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഈ കേനെ നമുക്ക് പുറത്ത് കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്ത് എഴുതാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Thus a homogeneous function is a function such that if each of the input is multiplied by k, then k can be completely factored out of the production or production function. ഇനി നമ്മൾ അപ്പോൾ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഇൻപുട്സിനെ, എല്ലാ ഇൻപുട്സിനെയും, ഈച്ച് ഇൻപുട്ടിനെയും കെ എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാൻ കഴിയും? ആ കോമൺ ഫാക്ടറിനെ നമുക്ക് ഫാക്ടേഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന്
പറയുന്നത്. The power v of k is called the degree of homogeneity of the function and is a measure of the return to scale. നമ്മൾ അവിടെ കണ്ടു, നമ്മൾ kനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തപ്പോൾ k റൈസ് ടു v ഓഫ് ഫംഗ്ഷൻ ഓഫ് kl എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ആ k റൈസ് ടു v എന്നുള്ളതിൽ v എന്താണ് മെഷർ ചെയ്യുന്നത്? റിട്ടേൺ ടു സ്കെയിൽ ആണ് മെഷർ ചെയ്യുന്നത്. ആ റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ അതിനെയാണ് ഡിഗ്രി ഓഫ് ഹോമോജീനിറ്റി ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ v ആണ് ഡിഗ്രി ഓഫ് ഹോമോജീനിറ്റി ഓഫ് ദി ഫംഗ്ഷൻ. If v is equal to 1, we have constant return to scale. നമ്മൾക്ക് ആ v എന്ന് പറയുന്നത് 1 ആണെങ്കിൽ return to scale എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. This production function is sometimes called linear homogeneous. ഈ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഹോമോജീനിറ്റി 1 ആയിട്ടുള്ള ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയുന്നു? ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും പറയുന്നു. If v less than 1, we have decreasing returns to scale. v ഒന്നിൽ കുറവാണെങ്കിൽ, v less than 1 ആണെങ്കിൽ decreasing returns to scale ആയിരിക്കും. If v greater than 1, we have increasing returns to scale. v greater than 1 ആണെങ്കിൽ, v 1ൽ കൂടുതലാണെങ്കിൽ increasing returns to scale ആയിരിക്കും. Returns to scale are measured mathematically by the coefficient of the production function. Production functionന്റെ coefficient ആണ് ഈ ഒരു return to scale mathematically measure ചെയ്യുന്നത്. For example, in a Cobb-Douglas production function, x is equal to a of L raised to alpha and k raised to beta. The returns to scale are measured by the sum of alpha plus beta is equal to v. അപ്പം ഈ ഒരു കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ a ഇൻറ്റു എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ എന്നുള്ള കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു v എന്നുള്ള രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. ഫോർ എ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദ റിട്ടേൺസ് ടു സ്കെയിൽ മേ ബി റെപ്രസെന്റഡ് ഗ്രാഫിക്കലി ഇൻ ആൻ ഈസി വേ. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.